ഇത് 2021 മോഡലാണ്. 4x4 പെട്രോൾ ഓട്ടോമാറ്റിക്. പെട്രോൾ ഓട്ടോമാറ്റിക് 4x4 ടോപ്പ് എൻ്റെ വാഹനം അല്ലേ? ഓക്കെ. 21 8-ാം മാസം വണ്ടി. എത്ര കിലോമീറ്റർ ആയിപ്പോ? 21,000 കിലോമീറ്റർ. കമ്പനി സർവീസുകളാണ്. തിരിവടിക്കെല്ലാം കറക്റ്റ് കറക്റ്റ് ആയിട്ട് പോയിട്ടുണ്ട്. എത്ര ഓണർഷിപ്പ്? സിംഗിൾ ആണ്. ഏതാ ഓപ്ഷൻ വരുന്നത്? XT. ഇത് 2019 മോഡലാണ്. സിംഗിൾ ഓണർ. VXD എന്ന് പറഞ്ഞ ഫുൾ ഓപ്ഷൻ ഏറ്റവും ടോപ്പിൻ്റെ മോഡലാണ്. ഓക്കെ. സിംഗിൾ ഓണറിൽ വരുന്ന 69,000 കിലോമീറ്റർ. ഹായ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ SS ഡ്രൈവിൽ വന്നിരിക്കുകയാണ്. സൈദിക്ക, സ്വാഗതം. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് നഷ്ടം വരില്ല. കാരണം നമ്മൾ ഇവർ മുന്നേ ഫ്രീലാൻസ് ആയിട്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഷോറൂം ഈ അടുത്താണ് തുടങ്ങിയത്. ഇപ്പോൾ എത്ര മാസം? 2 മാസമായിട്ടോ? 2 മാസം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്ന് വീഡിയോ ചെയ്തിട്ട് നല്ല കമൻസാണ്, പോസിറ്റീവ്. നിങ്ങൾക്ക് ഇപ്പോഴും വീഡിയോ എടുത്ത് നോക്കാം. SS ഡ്രൈവ് എന്ന് അടിച്ച് നോക്കിയാൽ മതി, അതിൽ വരും നല്ല കമൻസ്, നല്ല വാഹനങ്ങൾ. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ നല്ല അടിപൊളി വണ്ടികൾ കിട്ടും. ഉറപ്പിക്കാലോ? ഉറപ്പിക്കാലോ അത്? തീർച്ചയായിട്ടും. ഓക്കെ. ലൊക്കേഷൻ വരുന്നത് മാങ്കാവ്, തിരുവണ്ണൂർ, ഗ്രാൻഡ് ബേക്കറിൻ്റെ ഓപ്പോസിറ്റ് അല്ലേ? ഓപ്പോസിറ്റാണ് SS ഡ്രൈവ് വരുന്നത്, കോഴിക്കോട് ജില്ലയിൽ. കോൺടാക്ട് ഡീറ്റെയിൽ தான் നമ്മുടെ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സദിക, ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എങ്ങനെയാണ് നിങ്ങളുടെ വാറണ്ടി അതേപോലെ ഇതൊക്കെ കൊടുക്കുന്നത്, ചെക്കിങ് ഇതൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കും? ഇതിൽ ഓൾമോസ്റ്റ് എല്ലാ വണ്ടികൾക്കും ഇവിടെ സെയിൽ ചെയ്യുന്ന വണ്ടികൾക്കെല്ലാം ഓൾറെഡി കമ്പനി വാറണ്ടി ഉണ്ട്. പിന്നെ പോരായിട്ട് എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട്. ഓക്കെ. നോർമലി ഇതുവരെ ഒരു കംപ്ലൈൻറ്റോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. നമുക്ക് 6 മാസത്തിൻ്റെ ഉള്ളിൽ ഇഞ്ചനോ ഗീറോ അങ്ങനെ എന്തെങ്കിലും കംപ്ലൈൻറ്റുകൾ വരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ശരിയാക്കി കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് റിട്ടേൺ എടുക്കാം. അതൊന്നും കുഴപ്പമില്ല. വണ്ടി അങ്ങനത്തെ വിഷയങ്ങളൊന്നുമില്ല, ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ അത്രയും വിശ്വാസം മൂപ്പർക്ക് വണ്ടികളുണ്ട്, അങ്ങനത്തെ നോക്കിയെടുക്കാൻ. ഓക്കെ, ആയിക്കോട്ടെ. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ വിട്ടുപോകരുത്. വീഡിയോയിലോട്ട് പോകാം അല്ലേ? നമ്മുടെ ഇന്നത്തെ ആദ്യ വാഹനം കിയയുടെ സെൽട്ടോസ് ആണ്. എങ്ങനെയാ സഹിക്കാം കാര്യങ്ങൾ? ഇത് 23 മോഡലാണ്. 24 രജിസ്ട്രേഷന്. 24 രജിസ്ട്രേഷൻ വരുന്നുണ്ട് അല്ലേ? 1-ാം മാസം. ഓക്കെ. സെൽട്ടോസ് GT ലൈന് ഡീസൽ ഓട്ടോമാറ്റിക്. ഡീസൽ ഓട്ടോമാറ്റിക് ടോപ്പ് എൻ്റെ വാഹനമാണ്. ഓക്കെ. എഡാസ് വരുന്ന ന്യൂ ഷേപ്പ് വണ്ടിയാണ്. DCT അല്ലേ? ഗിയർ ബോക്സ്. ഓക്കെ. എഡാസും വരുന്നുണ്ട് അല്ലേ? ഓക്കെ. 23 മോഡൽ, 24 രജിസ്ട്രേഷൻ. കിലോമീറ്റർ എത്ര ഓടി? ഇത് 24,000 കിലോമീറ്റർ. 24,000. ഡീസൽ ഓട്ടോമാറ്റിക് എന്ന് പറയുമ്പോൾ എത്ര മൈലേജ് കിട്ടാൻ ചാൻസ് ഉണ്ട്? ഏകദേശം ഒരു സിറ്റിയിലാണെന്നുണ്ടെങ്കിൽ ഒരു 14-15. ഹൈവേയിൽ ഒരു 18 റേഞ്ച് ഒക്കെ കിട്ടും. ഓട്ടോമാറ്റിക് ആയാലും ഞാൻ യൂസ് ചെയ്യുന്നത് മാനുവലിൽ തന്നെ കിട്ടുന്നുണ്ട് എന്നാണ് പറഞ്ഞത്, പെട്രോളിൽ. അപ്പോൾ ഡീസൽ എന്തായാലും ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ സെയിം വണ്ടിയാണ് എൻ്റെ അടുത്തുള്ള ഞാൻ യൂസ് ചെയ്യുന്നത്. പേഴ്സണലി ഉപയോഗിക്കുന്ന വണ്ടിയാണ് ഇത്. മൈലേജ് എനിക്ക് കമ്പാരിറ്റീവ് കിട്ടിയത്, പക്ഷെ ഹൈവേയിൽ കൂടുതൽ കിട്ടുന്നുണ്ട്. കൂടുതൽ കമ്പനി പറയുന്നുണ്ട്, പക്ഷേ കിട്ടുന്നത് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഓക്കെ. ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. 2023 മോഡൽ, 24,000 കിലോമീറ്റർ ഓടിയ വണ്ടി. എത്ര കൊടുക്കാൻ? ഇത് 20,25,000 രൂപ കൊടുക്കാം. 20,4 ലക്ഷം. 20-25 നിങ്ങൾക്ക് ഈ ഒരു വാഹനം കൊണ്ടുപോകാം. ഇത് ഇപ്പോൾ തന്നെ എത്ര വരുന്നുണ്ട് ഇറങ്ങുമ്പോൾ? ഇതിന് ഏകദേശം ഇപ്പോൾ എനിക്ക് തോന്നുന്നത് 25 ലാക്സിൻ്റെ അടുത്ത് ആയിട്ടുണ്ട്. 25 ലാക്സിൻ്റെ. അപ്പോൾ നിങ്ങൾ പുതിയ നോക്കുന്നുണ്ട്. ഇതിൽ സർവീസ് പാക്കേജും കാര്യങ്ങളൊക്കെ ഉണ്ട്. 50,000 കിലോമീറ്റർ വരെ ക്യാഷോ കാര്യങ്ങളൊന്നും വേണ്ട. ഫ്രീ സർവീസാണ്. പാക്കേജ് ഉണ്ടല്ലോ? പാക്കേജ് ഉണ്ട്. വാറണ്ടി ഉണ്ട്. 2028 വരെ വാറണ്ടി ഉണ്ട്. അണ്ടർ വാറണ്ടിയിൽ കമ്പനി വാറണ്ടിയാണ്. റീപ്ലേസോ കാര്യങ്ങളൊന്നുമില്ല. പുതിയ വാഹനം നോക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് പരിഗണിക്കാം അല്ലേ? തീർച്ചയായും. ഓക്കെ. അടുത്ത വണ്ടിയിലോട്ടോ. അടുത്തത് മഹീന്ദ്ര ഥാറാണ്. 3 ഡോർ അല്ലേ? 3 ഡോർ. ഇപ്പോഴും നല്ല എൻക്വയറി ഉള്ളൊരു സെഗ്മെൻ്റ് ആണ്. എങ്ങനെയാണ് ഡീറ്റെയിൽ ഇത്? ഇത് 2021 മോഡലാണ്. 4x4 പെട്രോൾ ഓട്ടോമാറ്റിക്. പെട്രോൾ ഓട്ടോമാറ്റിക് 4x4 ടോപ്പ് എൻ്റെ വാഹനം അല്ലേ? ഓക്കെ. 21 8-ാം മാസം വണ്ടി. എത്ര കിലോമീറ്റർ ആയിപ്പോൾ? 21,000 കിലോമീറ്റർ. 21,000 മാത്രമേ ഓടിയിട്ടുള്ളൂ. ലോ കിലോമീറ്റർ ആണ്. ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് ആണ്. വാറണ്ടി കാര്യങ്ങളൊക്കെ ഇനി 1 ഇയർ വാറണ്ടി ഉണ്ട്. ബാലൻസ് ഉണ്ട്. പിന്നെ റീപ്ലേസോ ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല ക്ലീൻ വണ്ടിയാണ്. ഒരു നീറ്റ് താറ് 2021 4 വീൽ ഓട്ടോമാറ്റിക്. നിങ്ങൾക്ക് എത്ര കൊടുക്കാൻ പറ്റും? ഇത് നമ്മൾ ആസ്കിങ് 13 ലക്ഷം രൂപ. 13 ലക്ഷം. 13 ലക്ഷത്തിന് 21, വെറും 21,000 കിലോമീറ്ററിൽ ഓടിയത്. ഓക്കെ. എക്സ്ട്രാ ഫിറ്റിംഗ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അഡീഷണൽ റാംഗ്ലറിന്റെ ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. സ്റ്റൈലിഷ് ആക്കി വെച്ചിട്ടുണ്ട് മൊത്തത്തിൽ. നല്ല നീറ്റ് വണ്ടിയാണ്. KL07 രജിസ്ട്രേഷനാണ്. KL7 രജിസ്ട്രേഷൻ. ഓക്കെ. അപ്പോൾ താല്പര്യമുണ്ട് വിളിച്ചോളൂ. ലോൺ ഒരു 12 lakh കയറും? തീർച്ചയായും കിട്ടും അല്ലേ? 13 lakhs ആണ് ആസ്ക് ചെയ്യുന്നത്. അടുത്ത വണ്ടിയിലോട്ട്. അടുത്തത് 7 സീറ്ററാണ്. എർട്ടിഗ KL42 രജിസ്ട്രേഷൻ. പറവൂരാന്ന് തോന്നുന്നു, എറണാകുളം ജില്ല അല്ലേ? ഓക്കെ. എങ്ങനെയാണ് ഡീറ്റെയിൽ ഇത്? ഇത് 2019 മോഡലാണ്.
ZXi. ഓക്കെ. പിന്നെ 44,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ZXi പ്ലസ് വരുന്നില്ല? ഇല്ല, ZXi പ്ലസ് അല്ല, ZXi ഉള്ളൂ. ZXi ഉള്ളൂ. 44,000 കിലോമീറ്റർ. 44,000 2019 അല്ലേ? ഓക്കെ. പെട്രോൾ മാനുവൽ. ഓക്കെ. ടോപ്പിൻ്റെ വണ്ടി അന്നത്തെ പുഷ് ബട്ടൺ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ? പുഷ് ബട്ടൺ വരുന്നുണ്ട്. ഓക്കെ. വേറെ ക്ലെയിമോ കാര്യമൊന്നുമില്ലല്ലോ? ഇല്ല, ഒരു 13,000 ക്ലെയിം എന്തോ ഉള്ളൂ. എന്താ സംഭവിച്ചത്? അല്ല, പെയിന്റ് ചെയ്തത്. പെയിന്റിങ് ക്ലെയിം മാറിയിട്ടൊന്നും മേജർ മറ്റേ ബോണറ്റ് കാര്യങ്ങൾ ഡിക്കി അങ്ങനത്തൊന്നുമില്ല. ഓക്കെ. കമ്പനി സർവീസ് ഉണ്ടോ? പ്രോപ്പർ ഫുൾ സർവീസ് ഉണ്ട്. ഫുൾ ഉണ്ടല്ലേ? ഓക്കെ. 2019 മോഡൽ വണ്ടിയാണ് ZXi. എത്ര കൊടുക്കുന്നത്? ഇത് നമുക്ക് 8,90,000 രൂപ കൊടുക്കാം. 8,90,000 ഫുൾ ഓപ്ഷൻ എർട്ടിക പെട്രോൾ 8,90,000 നിങ്ങൾ കൊണ്ടുപോകാം. 2019 സിംഗിൾ ഓണർഷിപ്പ് അല്ലേ? സെക്കൻഡ് ഓണർഷിപ്പിലാണ്. സെക്കൻഡ്. ഓക്കെ. ടച്ചപ്പ് കയറിയിട്ടുണ്ട്, അത് മാത്രമേ ഉള്ളൂ. കമ്പനി ഹിസ്റ്ററി എല്ലാം പ്രോപ്പർ വലിയ കാര്യമായിട്ടുള്ള ഒന്നുമില്ല, ഞാൻ പിന്നെ പറഞ്ഞെന്നുള്ളൂ. ഓക്കെ. എന്തായാലും താല്പര്യമുണ്ടെങ്കിൽ വിളിച്ചോളൂ. ഇതിന് എത്ര മൈലേജ് വരെ കിട്ടാൻ ചാൻസ് ഉണ്ട്? ഇതിന് ഇപ്പോൾ നോർമലി കിട്ടാൻ എനിക്ക് തോന്നുന്നു ഹൈബ്രിഡ് ആണോ? ഇത് സ്മാർട്ട് ഹൈബ്രിഡ് ആണ്. സ്മാർട്ട് ഹൈബ്രിഡ് ആണ് അല്ലേ? ഓക്കെ. എത്ര വരെ കിട്ടും? ഒരു സിറ്റിയിലാണെന്നുണ്ടെങ്കിൽ ഒരു 14 ആ റേഞ്ചിൽ കണ്ടാൽ മതി. ലോങ്ങിൽ കിട്ടുന്നുണ്ട് അത്യാവശ്യം. ഞാൻ എടുത്തുകൊണ്ട് വരുമ്പോൾ ഒരു 17 കിട്ടും. ആ റേഞ്ചിൽ മൈലേജ് ഉണ്ട്. ലോൺ എത്ര കയറും? ഒരു 8 ലക്ഷം വരെ കിട്ടും. അപ്പോൾ താല്പര്യമുണ്ട് പെട്ടെന്ന് വിളിച്ചോ. ഒരു 7 സീറ്റർ കൊണ്ടുപോകാം. അടുത്ത വണ്ടി. അടുത്തതാ നല്ലൊരു അടിപൊളി ഫോർച്യൂണർ ഒറിജിനൽ കേരള വണ്ടി. KL11 കോഴിക്കോട് രജിസ്ട്രേഷൻ വാഹനമാണ്. എങ്ങനെയാണ് സഹിക്കുക കാര്യങ്ങൾ? ഇത് 2012 മോഡലാണ്. 12. ഓക്കെ. 2 വീൽ ഓട്ടോമാറ്റിക്. ഓണർഷിപ്പ് സിംഗിൾ ആണ്. സിംഗിൾ RC കിടക്കാണ് ഇതുവരെ അല്ലേ? ഓക്കെ. ഓട്ടോ എത്ര പോയി? ഓട്ടം 2,68,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 268 ഫുൾ സർവീസ് ഉണ്ടോ? കറക്റ്റ് 10/10 അമാന ടൊയോട്ട സർവീസ് ഉള്ള വണ്ടിയാണ്. ഒന്നും പേടിക്കണ്ട പിന്നെ അല്ലേ? ഒരു കംപ്ലൈൻറ്റോ കാര്യങ്ങളൊന്നും ഇല്ല. ഫുൾ ഷോറൂം സർവീസ് ഉള്ള വണ്ടിയാണ്. ആരെങ്കിലും എടുക്കാൻ വരുന്നവർക്ക് വേണമെങ്കിൽ ഷോറൂമിൽ കൊണ്ടുപോയി ചെക്ക് ചെയ്യാം. ഫുൾ ചെക്ക് ചെയ്യാം. ഇവിടെയുള്ള എല്ലാ വണ്ടികളും ചെക്ക് ചെയ്യാം, കുഴപ്പമില്ല. ഓക്കെ. ഇത് ഞാൻ ഒന്ന് പ്രത്യേകം പറയാൻ കാരണം എന്താ വെച്ചാൽ അത്രയും ഓടിയത് കൊണ്ടാണ്. പക്ഷെ ആ ഓട്ടോ കാര്യങ്ങളൊന്നും ഇതിന് ഏറ്റിട്ടില്ല. കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്ത് പോയിക്കണ്ടേ? ഇതിന് എന്ത് ഏൽക്കാനാ? 10 ലക്ഷം ഒക്കെ ഓടിയ വണ്ടി ഇങ്ങനെ കടന്നു ഓടുകയല്ലേ? ഓക്കെ. അപ്പോൾ ക്ലെയിം ഒന്നുമില്ലല്ലോ? ക്ലെയിം കാര്യങ്ങൾ 0 ക്ലെയിം വണ്ടിയാണ്. ഒന്നും റീപ്ലേസ് ഇല്ല, ഒന്നുമില്ല. പിന്നെ എല്ലാം വർക്കിംഗ് ആണ്. ഈ ഹെഡ്ലൈറ്റ് വാഷർ കാര്യങ്ങളൊക്കെ വർക്കിംഗ് ആണ്. ഇതൊക്കെ വർക്ക് ചെയ്യും? എല്ലാം വർക്കിംഗ് ആണ്. കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്ത് പോയ വണ്ടിയാണ്. 10,000 കിലോമീറ്ററിൽ കറക്റ്റ് പോയതാണ്. അപ്പോൾ ഒന്നും പേടിക്കാനില്ല. 2012 മോഡൽ 2 വീൽ ഓട്ടോമാറ്റിക് ഫോർച്യൂണർ സിംഗിൾ ഓണർഷിപ്പ് ഒറിജിനൽ കേരള വണ്ടി. എത്ര കൊടുക്കുക ഇത്? ഇത് ഞാൻ 12.5 ലക്ഷം. 12,50,000 അല്ലേ? ഓക്കെ. നോർമൽ റീവണ്ടിക്കൊക്കെ ഏകദേശം ഒരു എനിക്ക് തോന്നുന്നു, ഞാൻ റീവണ്ടി ചെയ്യാറില്ല, പക്ഷെ റീവണ്ടിക്കൊക്കെ ഏകദേശം ഈ ഒരു റേറ്റ് തന്നെ വരുന്നുണ്ട് ഏകദേശം. കേരള. ഓക്കെ. ഇത് ഒറിജിനൽ കേരള വണ്ടിയാണ്. ഈ വൃത്തിക്കാന്നേ പറഞ്ഞത്. ഈ വൃത്തിയില്ലാത്ത വണ്ടികൾ ഞാൻ തന്നെ മുന്നേ 10 ലക്ഷത്തിനൊക്കെ കൊടുത്തിട്ടുണ്ട്, വേറെ മോഡൽ കൂടിയ സാധനങ്ങൾ തന്നെ. പക്ഷേ ഈ ഒരു വൃത്തിക്ക് ഉണ്ടാവും പറഞ്ഞത്. ഓക്കെ. അപ്പോൾ 12.50 പറഞ്ഞപ്പോൾ? അതെ. ലോണ് ചാൻസ് ഉണ്ടാവും? കിട്ടും ലോണ്? എനിക്ക് തോന്നുന്നത് 2 വർഷമോ 2 വർഷത്തേക്കേ കിട്ടത്തുള്ളൂ. ഒരു 8 ലക്ഷം കിട്ടുമോ? അത് കിട്ടാൻ മതി. ഓക്കെ. എന്തായാലും ഒരു 0 ക്ലെയിം പക്കാ സർവീസ് ഉള്ളൊരു ഫോർച്യൂണർ വേണമെന്നുണ്ടെങ്കിൽ കൊണ്ടുപോയിക്കോ. ഒറിജിനൽ കേരള വണ്ടി സിംഗിൾ ഓണർഷിപ്പ് 268 അടുത്ത വണ്ടിയിലോട്ട്. അടുത്ത വാഹനം ടാറ്റ ടിയാഗോയുടെ ഫസ്റ്റ് ഷേപ്പാണ്. എങ്ങനെ ഡീറ്റെയിൽ ഇത്? 2017 മോഡലാണ്. സിംഗിൾ ഓണർ. ഓക്കെ. 24,000 കിലോമീറ്റർ. വളരെ ലോ കിലോമീറ്റർ വണ്ടി. ഫുൾ കമ്പനി സർവീസ്. ഫുൾ കമ്പനി സർവീസ് ഉള്ളതാണ്. പരിപാടിക്കെല്ലാം കറക്റ്റ് പോയി? എല്ലാം കറക്റ്റ് ആയിട്ട് പോയിട്ടുണ്ട്. എത്ര ഓണർഷിപ്പ്? സിംഗിൾ ആണ്. ഏതാ ഓപ്ഷൻ വരുന്നത്? XT ടോപ്പിന്റെ തൊട്ട് താഴെ. ഓക്കെ. പെട്രോൾ മാനുവലാണ്. ടോപ്പിന്റെ തൊട്ട് താഴെയാണ്. അലോയ്സും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ബാക്കിയുള്ള ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും വരുന്നൊരു വാഹനം. കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. എല്ലാം ചെയ്തിട്ടുണ്ട് അല്ലേ? ഡിഫോറും ബാക്ക് വൈപ്പറും ഇല്ല. ഓക്കെ. ക്ലെയിം എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ഒന്നുമില്ല. 14-17 റേഞ്ചൊക്കെ ഏകദേശം മൈലേജ് കിട്ടുന്ന ഒരു വണ്ടിയാണ്. 11 അല്ല? എത്ര ഇപ്പോൾ ചോദിക്കുന്നത്? 3,70,000 രൂപ. 2017 XT ലോ കിലോമീറ്റർ. അതാണ് ഇവിടെ ഹൈലൈറ്റ് അല്ലേ? ഓക്കെ. ലോൺ എത്ര കയറും? ഒരു 3 ലാക്ക് കയറും? 3.5 വരെ കിട്ടും. ഒരു 20,000 രൂപ വേണ്ട ഇറക്കി കൊണ്ടുപോകാൻ ചെയ്യാം. ഹ്യുണ്ടൈ വെന്യൂ ഒരു കോമ്പാക്ട് SUV സെഗ്മെന്റ്. KL47 കൊടുങ്ങല്ലൂർ രജിസ്ട്രേഷൻ ആണ്. എങ്ങനെയാണ് ഡീറ്റെയിൽ ഇത്? ഇത് 2019 മോഡലാണ്. സിംഗിൾ ഓണർ. 16,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. വളരെ ലോ കിലോമീറ്റർ അല്ലേ? വണ്ടിയാണ്. ഏകദേശം 6 വർഷം ആവാനായി. ലോ കിലോമീറ്റർ. പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. SX പ്ലസ് ആണ് വേരിയന്റ്.
ഓട്ടോമാറ്റിക്കലി ഫുൾ ഓപ്ഷൻ അല്ലേ? ഓട്ടോമാറ്റിക്കലി ഫുൾ ഓപ്ഷനാണ്. SX പ്ലസ് ഓട്ടോമാറ്റിക് 80 അല്ലേ വരെ? ഇത് ഗിയർ ബോക്സ്? അതെ അതെ, 80 ഗിയർ ബോക്സ് ആണ്. വേറെ ക്ലെയിമും കാര്യമൊന്നുമില്ലല്ലോ? ക്ലെയിമോ കാര്യങ്ങളൊന്നും. ഓണർഷിപ്പ് എത്ര കിടക്കുക? സിംഗിൾ ഓണറാണ്. സിംഗിൾ ഓണർ കിടക്കുന്ന വാഹനം, വളരെ ലോ കിലോമീറ്റർ വാഹനമാണ്. എന്താ അനങ്ങിയിട്ടില്ല എന്ന് പറയും അല്ലേ? നല്ല നീറ്റ് വണ്ടിയാണ്. അങ്ങനത്തെ വണ്ടി. ടയേഴ്സൊക്കെ ആ ഒരു ഓട്ടത്തിനുള്ള ടയേഴ്സ് തന്നെ ആയിട്ടുള്ളൂ. ഓക്കെ, എത്ര ഇപ്പോൾ ചോദിക്കുന്നത്? ഇത് 8,90,000 രൂപ. 8,90,000 2019 17,000 കിലോമീറ്റർ അല്ലേ പറഞ്ഞത്? 16 സംതിങ് ഓടി. 17,000 കിലോമീറ്റർ ഓടിയ വാഹനം, ഓട്ടോമാറ്റിക് ഫുൾ ഓപ്ഷൻ വെന്യൂ നിങ്ങൾക്ക് കൊണ്ടുപോകാം. പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. മൈലേജ് ഒരു 11 to 14 കണ്ടാൽ മതി, ആ റേഞ്ച് കണ്ടാൽ മതി ഏകദേശം. കൂടുതൽ പറയണ്ട. ഓക്കെ, അത്രേ ഉള്ളൂ. പക്ഷെ നല്ല വണ്ടിയാണ്, യൂസ് ചെയ്യാനൊക്കെ നല്ല സുഖമായിട്ട് യൂസ് ചെയ്യാം. ഒരു 8 lakhs ലോൺ കയറുമോ? 7 lakh 7-8 വരെ കിട്ടാൻ മതിയാവും. ഓക്കെ, അടുത്ത വണ്ടിയിലോട്ട്. ഹോണ്ട ജാസ് ഒരു പ്രീമിയം ഹാഷ്ബാക്ക് സെഗ്മെന്റ് വാഹനമാണ്. എങ്ങനെയാണ് ഡീറ്റെയിൽ ഇത്? ഇത് 2018 മോഡല്. 2018 ആണ്. ഓക്കെ, ഡീസലോ പെട്രോളോ? പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. പെട്രോൾ ഓട്ടോമാറ്റിക് CVT ഗിയർ ബോക്സ് വരുന്ന വാഹനമാണ്. സ്മൂത്ത് ഡ്രൈവ് ആയിരിക്കും. മെയിൻ്റനൻസും കമ്പാരിറ്റീവ്ലി നല്ല കുറവാണ് അല്ലേ? കുറവാണ്. ഓക്കെ, പിന്നെ ഓണർഷിപ്പ്? സെക്കൻഡ് ഓണർഷിപ്പിലാണ്. ക്ലെയിം എന്തെങ്കിലും ഉണ്ടോ? ക്ലെയിം ഒന്നും കാര്യങ്ങളൊന്നുമില്ല. ഷോറൂം സർവീസ് ഉള്ള വണ്ടിയാണ്. അത് ശരി. ഓട്ടം എത്ര? ഇത് ഓട്ടം 66,000 കിലോമീറ്റർ. 66,000 2018 VX ആണ് വരുന്നത്. ഫുൾ ഓപ്ഷൻ അല്ലേ? അലവിൽ കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട്, നല്ല കോസ്റ്റ്ലി വേറെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അലോയ്സ് അന്ന് വരുന്നില്ല. സാധാരണ അലോയ്സ് ഹോണ്ടയുടെ. ഇതിപ്പോൾ അഡീഷണൽ നല്ല അടിപൊളി സൈസും കൂട്ടിയിട്ടുണ്ട്. സൈസ് ഒന്നും കൂട്ടിയിട്ടില്ല, സെയിം സൈസ്. ഓക്കെ, നല്ല സീറ്റ് കവേഴ്സും എല്ലാം കൊണ്ടൊരു നീറ്റ് വണ്ടിയാണ് അല്ലേ? വേറെ പണിയൊന്നുമില്ലല്ലോ ഇപ്പോൾ? ഇല്ല, ഒരു കംപ്ലൈന്റോ കാര്യങ്ങളോ. സർവീസ് എല്ലാം പ്രോപ്പർ? സർവീസ് ഒക്കെ പ്രോപ്പർ ആണ്. ഓക്കെ, സിംഗിൾ ഓണർഷിപ്പ് അല്ല? സെക്കൻഡ് ഓണർഷിപ്പ്. സെക്കൻഡാ? ഓക്കെ, സോറി. സെക്കൻഡ് ഓണർഷിപ്പുള്ള 2018 VX ഓട്ടോമാറ്റിക് ജാസ് എത്ര കൊടുക്കാം? ഇത് നമുക്ക് 6,20,000 രൂപ കൊടുക്കാം. 6,20,000. 18 മോഡൽ VX ഫുൾ ഓപ്ഷൻ ജാസ് ആണ്, ഓട്ടോമാറ്റിക്. 6,20,000 നിങ്ങൾക്ക് കൊണ്ടുപോകാം. വേറൊരു ക്ലെയിമും കാര്യമില്ലാത്ത വാഹനമാണ്. മൈലേജ് ഇവിടെ ഒരു ചെറിയൊരു സ്ക്രാച്ച് ഉണ്ട്. അത് ഞാൻ എന്താ വെച്ചാല് ചേഞ്ച് ചെയ്യാം. അത് ഒരു പാർട്ടി വരുമ്പോൾ നമുക്ക് ചേഞ്ച് ചെയ്യാം. എന്താ വെച്ചാല് പിന്നെ ഞാൻ ഒരു ആക്സിഡന്റ് ആണോ കാര്യങ്ങളാണോ എന്നുള്ളത് അറിയാതെ ചെറിയൊരു ക്രാക്ക് ഉണ്ട്, ഒരു ബൈക്ക് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഓക്കെ, എന്തായാലും ലോൺ എത്ര കയറാൻ ചാൻസ് ഉണ്ടോ? ഒരു 5-5.25 കിട്ടും മാക്സിമം ലോണും കിട്ടുന്നുണ്ട്. മൈലേജ് എത്ര കിട്ടാറുണ്ട് ഇതിന് പൊതുവെ? മൈലേജോ? മൈലേജ് കുറച്ച് കുറവായിരിക്കും. ഒരു 10, 9, 11 CVT ഗിയർ ബോക്സ് ആണ്. പിന്നെന്താണ്, ഇത് സ്മൂത്ത് ഡ്രൈവിംഗ് ആണ്. അതെ, ആ ഒരു ടൈപ്പുള്ള ആൾക്കാർ അങ്ങനെ എന്താ വെച്ചാൽ ഓവർ ഓട്ടമില്ലാത്തവരെ ഒന്ന് ഇതെടുക്കുക. ഓക്കെ, അടുത്ത വണ്ടിയിലോട്ട്. ഇതാ വീണ്ടും ഒരു വെന്യൂ തന്നെ, KL1 തിരുവനന്തപുരം രജിസ്ട്രേഷൻ വാഹനമാണ്. എങ്ങനെയാ ശ്രദ്ധിക്കുക കാര്യങ്ങൾ? ഇത് 2024 മോഡലാണ്. 24 ആണ് അല്ലേ? S+ ഡീസൽ മാനുവൽ. ഓക്കെ, S+ ഡീസൽ മാനുവൽ. 24 5-ാം മാസം 28-ാം തീയതിയാണ് അല്ലേ? അപ്പോൾ ഒരു വർഷം ആയിട്ടില്ല, കുറച്ച് ദിവസങ്ങളോട് ബാക്കിയുണ്ട്. ഓക്കെ, S+ ഡീസൽ മാനുവൽ. ഓക്കെ, ഡീസൽ മാനുവൽ. മൈലേജ് ആണ് താരം, നല്ല മൈലേജ്. 18-20 റേഞ്ചൊക്കെ മൈലേജ് എന്തായാലും കിട്ടുന്ന ഒരു കോമ്പാക്ട് SUV സെഗ്മെന്റ് ആണ്. എന്തെങ്കിലും ക്ലെയിം ഉണ്ടോ? ക്ലെയിമോ കാര്യങ്ങളൊന്നുമില്ല. ഓട്ടോ എത്ര പോയത്? ഇത് 27,000 കിലോമീറ്റർ. 26,000 കിലോമീറ്റർ ഓടിയ ഡീസൽ വണ്ടിയാണ്. ഡീസൽ ആയതുകൊണ്ടാണ് ആ ഒരു ഓട്ടം പോയത്. നോർമൽ ഓട്ടമാണ്, അത്യാവശ്യം നല്ല മൈലേജ് ആണ്. അതെ. ഓക്കെ, സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്നത്. വേഗം വന്നെടുത്തോ അല്ലേ? ഒന്നും നോക്കാനില്ല. പുതിയ വണ്ടി നോക്കുന്നവരുണ്ട്, വേഗം വന്നെടുത്തോ. ഓക്കെ, അടുത്ത വണ്ടിയിലോട്ട്. അടുത്തൊരു 6 സീറ്റർ വാഹനമാണ്. KL71 രജിസ്ട്രേഷനിൽ വരുന്ന മാരുതി സുസുക്കിയുടെ XL6 അല്ലേ? നേരത്തെ കണ്ട എർട്ടിഗയുടെ സെയിം പ്ലാറ്റ്ഫോം വരുന്ന വാഹനം അല്ലേ? 7 സീറ്റർ ആണ്. 7 സീറ്ററാ? 6 സീറ്റർ. 7 സീറ്റർ. ഓക്കെ, പറഞ്ഞോളൂ എങ്ങനെയാ ഡീറ്റെയിൽ? ഇത് 2021 മോഡലാണ്. 22 രജിസ്ട്രേഷന്. സിംഗിൾ ഓണർ വണ്ടി. ഓക്കെ, പിന്നെ 52,000 കിലോമീറ്റർ, 52,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. പിന്നെ ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. ഏത് ഓപ്ഷൻ? പെട്രോൾ ഓട്ടോമാറ്റിക് സീറ്റ ആണ്. പെട്രോൾ ഓട്ടോമാറ്റിക്കല് സീറ്റ എന്ന് പറയുമ്പോൾ ടോപ്പിന്റെ താഴെ വരുന്നത് α+, α, സീറ്റ അങ്ങനെ വരും. പുഷ് ബട്ടൺ അലവില് എല്ലാം വരുന്നുണ്ട്. കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ടോപ്പിലേക്ക് പോകുമ്പോൾ കാര്യമായിട്ടുള്ള മാറ്റം ഉണ്ടാവില്ല. അലോയ്സ് ഒന്ന് ചേഞ്ച് ആവും, ചെറിയ ചേഞ്ചസ്. ഓക്കെ, നല്ല സീറ്റ് കവേഴ്സ് ചെയ്തിട്ടുണ്ട്. 52,000 അല്ലേ ഓട്ടം പറഞ്ഞത്? ഓക്കെ, സർവീസ് ചെയ്ത് കൊണ്ടുവന്ന് വെച്ചാണ്. അത് ശരി, ഫുൾ കമ്പനി സർവീസ് ഉണ്ട്. ഓക്കെ, സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന വാഹനമാണ്. 2021 മോഡൽ, 22 രജിസ്ട്രേഷൻ വരുന്ന ഓട്ടോമാറ്റിക് സീറ്റ XL6. എത്ര കൊടുക്കുക ഇത്? നമുക്ക് ലാസ്റ്റ് ഒരു 9,90,000 9,90,000 രൂപയ്ക്ക് കുറച്ച് കൊടുക്കാം. ഓക്കെ,
ഓക്കെ ആസ്കിങ് ആണ്. 990 നിങ്ങൾക്ക് ഈ ഒരു വാഹനം കൊണ്ടുപോകാം. സീറ്റ ഓട്ടോമാറ്റിക് 6 സീറ്റർ, 6 അല്ല 7 ആണ്. പുറകത്തെ റോല് ഫുൾ ആയിട്ടുണ്ട് അല്ലേ സീറ്റ്? 6 ആകുമ്പോൾ കുറച്ചും കൂടി നല്ലൊരു വണ്ടിയാണ്. ഓക്കെ 990 ഓട്ടോമാറ്റിക് 6 സീറ്റർ 7 സീറ്റർ കൊണ്ടുപോകാം. ഒരു 9 lakh ലോൺ കിട്ടും ഇതിൽ ചാൻസ് ഉണ്ടല്ലോ. ഓക്കെ എർട്ടിങ്ങനെ കൊണ്ട് പറഞ്ഞ പോലെ തന്നെ ഏകദേശം മൈലേജും കിട്ടൂല്ലേ? സ്മാർട്ട് ആയിട്ട് ഓട്ടോമാറ്റിക് ആണ്, മാനുവലായിരുന്നു. അത് മാനുവലായിരുന്നു അല്ലേ? അപ്പോൾ കുറച്ച് കുറയും, 2-3 കിലോമീറ്റർ കുറയും പറഞ്ഞത്. ഓക്കെ അടുത്ത വണ്ടിയിലോട്ട്. അടുത്തത് ഫോക്സ് വാഗൺ ടൈഗൺ ആണ്. ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച വണ്ടിയാണ് അല്ലേ? ഒന്ന് പെൻഡിങ് ആയി പോയി എന്ന് പറഞ്ഞു. എന്താ ഇഷ്യൂ വന്ന ലോണാ? അത് 2 പേർക്ക് സെയിലായതായിരുന്നു. പക്ഷേ ലോണ് ലാസ്റ്റ് ടൈമിൽ ഏകദേശം ഒരു 2 പേരും ഒരു 2 ആഴ്ച കാത്തുനിന്ന് കണ്ട് ലോണ് കിട്ടിയില്ല. സീലിന് പ്രശ്നം ഉണ്ടായിട്ട് അങ്ങനെ. ഓക്കെ ഇത് KL 56 രജിസ്ട്രേഷൻ ആണ്, കൊയിലാണ്ടി, കോഴിക്കോട് ജില്ല. എങ്ങനെ ഡീറ്റെയിൽ ഇത്? ഇത് 2022 മോഡലാണ്, സിംഗിൾ ഓണർ. ഓക്കെ പിന്നെ 30,000 കിലോമീറ്ററിൻ്റെ അടുത്ത് 30,500 അങ്ങനെ എന്തോ ഓടിയിട്ടുണ്ട്. പിന്നെ നിലവിൽ വാറണ്ടി കാര്യങ്ങളും ഒക്കെ വരുന്നുള്ള വണ്ടി തന്നെ. 22 മോഡലല്ലേ? അതെ 29,000 സർവീസും ചെയ്തതാണ്. സിംഗിൾ ഓണർ വണ്ടി. ഏറ്റവും ടോപ്പ് ലൈന് 1.0 മാനുവൽ 1.0 ടോപ്പ് ലൈൻ ഫുൾ ഓപ്ഷനാണ് 1.0. ഇനി നിങ്ങൾ 44,000 സർവീസ് ചെയ്താൽ മതി. സീറ്റ് വെന്റിലേഷനും കാര്യങ്ങളും സൺറൂഫും എല്ലാം വരുന്ന വണ്ടി തന്നെയാണ്. ഫുൾ ഓപ്ഷൻ. ഓക്കെ 18 ആകുമ്പോൾ കുറച്ചും കൂടെ മൈലേജ് കിട്ടും. അതെ GT അപേക്ഷിച്ചിട്ട് കുറച്ചും കൂടെ മൈലേജ് കിട്ടും. ഒരു 14-15 ലോങ് കിട്ടുമായിരിക്കും അല്ലേ? ഓക്കെ ക്ലെയിം ഒന്നും ഇല്ലല്ലോ? ഇല്ല, ഒരു ക്ലെയിമും ഇല്ല. ഇതിലിപ്പോൾ എത്രയാണ് നമ്മൾ ചോദിക്കുന്നത്? കുറച്ചിട്ടുണ്ടോ വില? ഇനിയിപ്പോൾ കുറയ്ക്കാം എന്ന് പറഞ്ഞാൽ മാക്സിമം ചെയ്തിട്ട് നമുക്ക് മാക്സിമം മുട്ടിച്ച് കൊടുക്കാൻ പറ്റുമോ? 12,400,000 12,25,000 രൂപയ്ക്ക് 2022 ടോപ്പ് ലൈൻ 30,000 കിലോമീറ്റർ ഓടിയ വാഹനം നിങ്ങൾക്ക് കൊണ്ടുപോകാം. 12,15,000 രൂപയ്ക്ക് ഏറ്റവും ഫുൾ ഓപ്ഷൻ വാഹനം കൊണ്ടുപോകാം. 1 ലിറ്റർ. ഓക്കെ മാക്സിമം ലോൺ വരും ഒരു 11,000 കിട്ടും. എന്തായാലും കിട്ടും. ഫുൾ ലോണിന് ചാൻസ് ഉണ്ട്, നോക്കിക്കോ. ഓക്കെ ഒരു ക്ലെയിമില്ല. നല്ല അടിപൊളി നീറ്റ് ടൈഗോൺ. താല്പര്യം കോൺടാക്ട് ചെയ്തോ. പിന്നെ സിബിലിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നിങ്ങൾ ഇങ്ങോട്ടേക്ക് അപേക്ഷ കൊടുക്കുന്നതിന് മുന്നേ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറയാം. എന്താ ഇഷ്യൂ എന്നുള്ളത് പറയാം. നിങ്ങൾ മുന്നേ ലോൺ എടുത്തില്ല, നിങ്ങൾ വേറെ ആർക്കെങ്കിലും ജാമ്യം നിന്നിട്ട് അവരടക്കാതെ നിങ്ങളെ സിബിലും പൊട്ടും. അതൊക്കെ ശ്രദ്ധിച്ചിട്ട് ഒന്ന് ആദ്യം പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ക്ലോസ് ആക്കാൻ പറ്റും. എല്ലാം ക്ലോസ് ആക്കാം. നമുക്ക് കാര്യങ്ങൾ പറഞ്ഞാൽ മതി. എങ്ങനെ ഇഷ്യൂ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ പിന്നെ ചിലരിതൊന്നും പറയൂല. ഇത് കൊടുത്തിട്ട് അവിടുന്ന് ചെയ്ത് വരുമ്പോഴാണ് ഇതൊക്കെ ഒരു വിഷമാണ്. അവർക്കൊരു അവർ അത്രയും ആഗ്രഹിച്ചു വന്ന് വണ്ടി കണ്ട് അവർക്കും കിട്ടാഞ്ഞാൽ നമുക്കൊരു കൊടുക്കാതിരിക്കുമ്പോൾ ആദ്യമേ പറഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള ബാങ്ക് നോക്കാൻ പറ്റും അല്ലേ വേണമെങ്കിൽ. ഓക്കെ അപ്പോൾ നിങ്ങൾ അത് ശ്രദ്ധിക്കുക. അടുത്ത വണ്ടിയിലോട്ട് വെന്യൂ ആണ്. വെന്യൂവിൻ്റെ ഒരു ചാകരട്ട് തോന്നില്ലേ ഇവിടെ? ഒരു 4-5 ടൈപ്പ് ഉണ്ട്. ആക്ച്വലി എങ്ങനെ വെച്ചാൽ എല്ലാം സെപ്പറേറ്റ് ഡീസൽ മാനുവൽ, ന്യൂ ഷേപ്പ്, ഇപ്പോൾ ഇത് 21, പിന്നെ പെട്രോൾ മാനുവൽ, പെട്രോൾ IMT, ഓട്ടോമാറ്റിക് എല്ലാ സെഗ്മെന്റും ഉണ്ട്. KL 8 അല്ലേ രജിസ്ട്രേഷൻ? അതെ. ഓക്കെ എങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് KL 84 ആണ് രജിസ്ട്രേഷൻ വരുന്നത്. 84 അല്ലേ? ഞാൻ ഇവിടെ കണ്ടുപിടിച്ചില്ല, സോറി. ഓക്കെ കൊണ്ടോട്ടി രജിസ്ട്രേഷൻ ആണ്. ഓക്കെ എങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 2021 മോഡലാണ്. ഡീസൽ മാനുവൽ SX 21 ഡീസൽ മാനുവൽ തന്നെ ഇതും. ഓക്കെ SX ഓപ്ഷൻ അല്ല? ഇല്ല SX ഉള്ളൂ. സൺറൂഫ് അലൈവിൽ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പുഷ്പട്ടന് കാര്യങ്ങളുണ്ടാവില്ല. പുഷ്പട്ടുണ്ടാവില്ല. ഓക്കെ ക്ലെയിം കാര്യമൊന്നുമില്ല? 0 ക്ലെയിം ആണ്. ഓട്ടോ എത്ര പോയി? 52,000 കിലോമീറ്റർ 52,000. അത് ഒരു ഡീസൽ വണ്ടിയെ സംബന്ധിച്ചിട്ട് കുറഞ്ഞ ഓട്ടമാണ്. ഓക്കെ നിലവിൽ വാറണ്ടി ഉണ്ട്. ഇനി ഒരു വർഷത്തോളം ഷോറൂം വാറണ്ടി ഉണ്ട്. 1 ഇയർ അല്ല? 1 ഇയർ വാറണ്ടി ഉണ്ട്. വാറണ്ടി ലഭിക്കുന്ന വാഹനമാണ്. സർവീസ് മൈലേജ് ഉണ്ടാവും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ. എത്ര ഇപ്പം ഇനി ചോദിക്കുന്നത്? ഇത് 9,90,000. 990 2021 മോഡൽ SX ഡീസൽ 56,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർഷിപ്പ് അല്ലേ? അതെ സിംഗിൾ ഓണർഷിപ്പ് ഡീസൽ പറഞ്ഞാൽ നിങ്ങൾക്ക് വെന്യൂ നിങ്ങൾക്ക് കൊണ്ടുപോകാം. ലോൺ ഒരു 9 lakhs കിട്ടും. അടുത്ത വണ്ടിയിലൂടെ i10 ഗ്രാൻഡ് ആണ് അടുത്ത വാഹനം. എങ്ങനെയാ ഇത്? 2015 മോഡലാണ്. i10 ആസ്റ്റ ഓപ്ഷനിൽ ഓട്ടോമാറ്റിക് ആണ്. പെട്രോൾ ഓട്ടോമാറ്റിക് ആസ്റ്റ ഏറ്റവും ടോപ്പിൻ്റെ പുഷ്പട്ടനും 80 ഗിയർ ബോക്സ് ആണ് വരിക. അലോയ്സും എല്ലാം വരും. ക്ലെയിമോ കാര്യങ്ങളൊന്നും 0 ക്ലെയിം ആണ്. എത്ര ഓട്ടം? 52,000 കിലോമീറ്റർ. 52 ലോ കിലോമീറ്റർ ആണ് കേട്ടോ. 15 മോഡലാണ്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. നല്ല നീറ്റ് വണ്ടിയാണ്. ഫുൾ ഷോറൂം സർവീസ് ഉള്ള വണ്ടിയാണ്. നല്ല പെർഫോമൻസ് ആയിരിക്കും. മൈലേജ് നോക്കണ്ട. ഒരു 10-13 വരെ ഉണ്ടാവും മാക്സിമം. ഓക്കെ എത്ര കൊടുക്കാം? ഇത് 4,60,000. 4,60,000. 15 ആസ്റ്റയാണ് ഓപ്ഷൻ വരുന്നത്. ഓട്ടോമാറ്റിക് 4,60,000 ലോ കിലോമീറ്റർ വാഹനമാണ്. താല്പര്യമുള്ളവരുടെ വിളിക്കാം. ലോൺ ഒരു 4 lakhs വരെ കിട്ടും.
4,50,000 വരെ ലോണ് കിട്ടും. ചാൻസ് ഉണ്ട് അല്ലേ? ക്ലെയിം ഒന്നും ഇല്ലല്ലോ? ഇല്ല, 0 ക്ലെയിമാണ്. പിന്നെ ഇവിടുത്തെ എല്ലാ വണ്ടികളും ക്ലെയിം അങ്ങനെ മേജർ ക്ലെയിമോ കാര്യങ്ങളോ ഒന്നും ഉള്ളതല്ല. ഞാൻ എടുക്കാറില്ല. മാക്സിമം നല്ല വണ്ടികൾ തന്നെ എടുക്കാറ്. പിന്നെ വണ്ടിയുടെ കണ്ടീഷനും ക്വാളിറ്റി കസ്റ്റമർ ഉപയോഗിച്ചതിനനുസരിച്ച് ക്വാളിറ്റി ഗ്ലാസോ എന്തൊക്കെ മാറിയില്ല, അതൊന്നുമില്ല, അങ്ങനത്തെ ഒന്നുമില്ല. അല്ല, ഉണ്ടെങ്കിൽ തന്നെ ഞാൻ കറക്റ്റ് പറയും. ഗ്ലാസോ കാര്യങ്ങൾ ഇപ്പോൾ നമ്മളെടുത്ത എല്ലാ വണ്ടികളും ഉണ്ടെങ്കിൽ എന്ത് കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ 16,000 കിലോമീറ്ററിൻ്റെ ക്ലെയിം വരെ ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അടുത്ത വണ്ടിയിലോട്ട്. വീണ്ടും ജാസാണ്, KL 57 കൊടുവള്ളി രജിസ്ട്രേഷൻ ആണ്, കോഴിക്കോട് ജില്ല. എങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 2017 മോഡലാണ്. പെട്രോൾ മാനുവൽ വി വേരിയന്റ്. പെട്രോൾ മാനുവൽ വി ആണ് ഓപ്ഷൻ അല്ലേ? അതെ. VX-ന്റെ തൊട്ട് താഴെ അതെ അല്ലേ? ടോപ്പിന്റെ തൊട്ട് താഴെ. ക്ലെയിമോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ക്ലെയിമോ കാര്യങ്ങളൊന്നുമില്ല. സിംഗിൾ ഓണർ വണ്ടിയാണ്. ഓട്ടോ എത്ര പോയി? 64,000 കിലോമീറ്റർ. നോർമൽ ഓട്ടോയാണ് ജാസിനെ സംബന്ധിച്ച്. മാനുവൽ ആയതുകൊണ്ട് അത്യാവശ്യം മൈലേജ് ഉണ്ടാവും. ഒരു 13-16 റേഞ്ചൊക്കെ മൈലേജ് പ്രതീക്ഷിക്കാം. ഓക്കെ, ഒരു നീറ്റ് വണ്ടി. എത്രയാണ് ഇപ്പോൾ ചോദിക്കുന്നത്? ഇത് 5,40,000. 5,40,000 അല്ലേ? 17 വി ഓപ്ഷൻ 5,40,000 നിങ്ങൾക്ക് കൊണ്ടുപോകാം. ലോൺ ഒരു 5 lakhs കയറും. 5 lakhs അടുത്ത് കിട്ടും. ഓക്കെ, അടുത്ത വണ്ടിയിലോട്ട്. അങ്ങനെ നമ്മുടെ അവസാനത്തെ വണ്ടിയിലേക്ക് എത്തിയിരിക്കുകയാണ്. എറ്റിയോസ് ലിവയാണ് ടൊയോട്ടയുടെ. അതും നല്ല അടിപൊളി കളർ, ഇതിൻ്റെ റെഡ് ആൻഡ് ബ്ലാക്ക് അല്ലേ, ഡ്യുവൽ ടോൺ ഫിനിഷ് വരുന്ന വാഹനമാണ്. ലിവയുടെ മാർക്കറ്റ് എല്ലാവർക്കും അറിയാലോ. പൊതുവെ ഒരു മോഹവിലക്കാണ് ലിവ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ സജീദ് ഖാൻ്റെ അടുത്ത് വില കുറവ് പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല ഈ ഒരു വണ്ടിയിൽ. ബാക്കി എല്ലാത്തിനും കിട്ടിയാലും ഇതിൽ എന്നാലും എനിക്കൊരു കോൺഫിഡൻസ് എന്ന് വെച്ചാൽ എല്ലാവരും ചോദിക്കണം കാട്ടി കുറച്ചൊരു കുറവുണ്ടാവും തോന്നുന്നുണ്ട്. കറക്റ്റ് അറിയില്ല. ഞാൻ പറയാം, എൻ്റെ ഒരു വിശ്വാസമാണ്. ഓക്കെ, അത് എന്താണെന്ന് അറിയില്ല. ഓക്കെ, എന്തായാലും കണ്ടു നോക്കാം. എങ്ങനെയാ മോഡലൊക്കെ? ഇത് 2019 മോഡലാണ്. സിംഗിൾ ഓണർ. VXD എന്ന് പറഞ്ഞ ഫുൾ ഓപ്ഷൻ ഏറ്റവും ടോപ്പ് എൻഡ് മോഡലാണ്. ഓക്കെ, സിംഗിൾ ഓണറിൽ വരുന്ന 69,000 കിലോമീറ്റർ ഫുൾ ഷോറൂം സർവീസ് ഉള്ള വണ്ടിയാണ്. ഫുൾ പ്രോപ്പർ പോയിട്ടുണ്ട്. ഡീസലാണ് ഏറ്റവും ടോപ്പ് എൻഡ്. അതും മൈലേജ് പറയണ്ട, 20 above 20 നേരെ നല്ലോണം കിട്ടുന്നുണ്ട് പറയുന്നത് കേട്ടത്. നമ്മൾ കാര്യങ്ങളൊക്കെ സർവീസ് കോസ്റ്റ് എല്ലാം കുറവാണ്, കമ്പാരിറ്റീവ്ലി എല്ലാം കുറവാണ്. 69,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അതൊന്നും ഇതിനൊരു പൂ പറിക്കുന്ന കിലോമീറ്റർ കുറവാണ്. ഇതിനെ സംബന്ധിച്ചിടത്തോളം വളരെ ലോ കിലോമീറ്റർ ആണ്. ഓക്കെ, അതുകൊണ്ട് തന്നെയായിരിക്കും വണ്ടിക്ക് ഒരു മാർക്കറ്റ് ഇപ്പോഴും അങ്ങനെ നിലനിന്ന് പോകുന്നത്. മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇത് അന്വേഷിച്ച് നടക്കുന്നവർക്ക് ഇതിന്റെ വില അറിയാം. അതെ അതെ, ഇത് ഒരു ലിവ അന്വേഷിച്ച് കുറെ പേര് വരാറുണ്ട്. വളരെ ചുരുക്കാണ് ഇങ്ങനെ കിട്ടാറും. ഓക്കെ, എന്തെങ്കിലും ക്ലെയിം ഉണ്ടോ? ഇല്ല, ക്ലെയിമും കാര്യങ്ങളൊന്നുമില്ല. ഒന്നുമില്ല. ഓക്കെ, നല്ലൊരു ലിവ. എത്ര കൊടുക്കുക ഇത്? ഇത് നമുക്ക് 7,90,000 രൂപ. 7,90,000. വണ്ടി ഇറങ്ങുമ്പോൾ ഫുൾ ഓപ്ഷൻ ഒരു 9 ലക്ഷം റേഞ്ചിലൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. 9 ലക്ഷത്തിന് അടുത്ത് കണ്ടാൽ മതി. ഇതിലേക്ക് മിക്കവാറും കമന്റിന് ചീത്ത വെക്കുമെന്ന് അറിയില്ല. പക്ഷെ എന്നാലും ഒരു നമുക്കൊരു ഇതിപ്പോ എടുക്കാൻ പറ്റുന്ന ഒരു പഠനം നടത്തുമല്ലോ. എങ്ങനെ ഈ മോഡൽ ഇത്ര കിലോമീറ്റർ എങ്ങനെ എടുക്കാം, അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ചിലപ്പോൾ കുറവുണ്ടാവും എന്ന് വിചാരിക്കാം. അറിയില്ല. എന്തായാലും നിങ്ങളെ അഭിപ്രായം, ഇതിനെപ്പറ്റി പ്രത്യേകിച്ച് അഭിപ്രായം ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ലോൺ എത്ര അറിയില്ല, ഒരു 6 ലക്ഷം കിട്ടും. 6 lakh വരെ ലോണ് കിട്ടും. 7,90,000 VXD അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ തൽക്കാലം നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. ലിവ വേറെ ഉണ്ടോ? ലിവ ഒരു GD കൂടി ഉണ്ട്. 2015 ഡീസൽ മാനുവൽ ഉണ്ട്. ഡിക്കിയുള്ള ടൈപ്പ്. അതായത് എറ്റിയോസ് അല്ലേ? അതെ, എറ്റിയോസ് ആണ്. അത് എത്ര ചോദിക്കുന്നത്? പിന്നെ അത് നമുക്കൊരു 5,40,000 രൂപ. കേരള വണ്ടിയല്ലേ? ഒറിജിനൽ ഫുൾ കേരള വണ്ടി തന്നെയാണ്. അത് KL 11 രജിസ്ട്രേഷൻ ആണ്. 11 കളർ വരുന്നത് അത് ഗ്രേ കളറാണ്. ഗ്രേ കളർ. ഒരു എറ്റിയോസും കൂടെ ഉണ്ട് കേട്ടോ. അതെ അതെ. ഓക്കെ, 5,40,000. 5,40,000. ഓക്കെ, ഡീസൽ തന്നെയാണ് അതും, ഡീസൽ മാനുവൽ. അപ്പോൾ അതിനും താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. എന്തായാലും തൽക്കാലം നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിൽ രേഖപ്പെടുത്താൻ വിട്ടുപോകരുത്. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഒന്നും വിട്ടുപോകരുത്. SS ഡ്രൈവിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽ നമ്മളതാ വീഡിയോ റൈറ്റ് ടോപ്പ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിലേക്ക് വിളിച്ചാൽ മതി. പെട്ടെന്ന് തന്നെ വിളിച്ചോളൂ. പിന്നെ വിളിച്ചിട്ട് ലോങ് എന്നൊക്കെ വരുന്നവർ വിളിച്ചൊന്ന് കൺഫേം ചെയ്ത് വരിക, വാഹനം ഉണ്ടോ ഇല്ലോ എന്നുള്ളതൊക്കെ. ഇത് മാത്രമല്ല, ഒരുപാട് സ്റ്റോക്ക് ഇനി പുറത്തുണ്ട് സജിക്കാൻ്റെ. അപ്പോൾ നിങ്ങൾ എന്തായാലും കോൺടാക്ട് ചെയ്തിട്ട് ഇങ്ങോട്ട് വരിക. എല്ലാവർക്കും നന്ദി. സജിക്ക, താങ്ക് യു. ബൈ.